റേഷണൽ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് വളരെ പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുന്നുണ്ട്. ദുൽഖർ സൽമാൻ്റെ 2-3 പ്രോജക്റ്റുകളോളം മലയാളത്തിൽ അനൗൺസ് ചെയ്തതിനു ശേഷം, അതായത് ദുൽഖർ സൽമാൻ്റെ നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാം നഹാസ് ഹിദായത്തുമായിട്ട് ചേർന്നിട്ടുള്ള ആദ്യത്തെ സിനിമയെന്നും പിന്നെ സൗബിനുമായിട്ട് ചേർന്നിട്ടുള്ളതാണ് രണ്ടാമത്തെ സിനിമയെന്നും. അപ്പോൾ രണ്ടാമത്തെ സിനിമയിലെ ഒരു ക്യാരക്ടർ എന്താണെന്ന് ഏകദേശം അതൊരു ബൈക്ക് റേസറായിട്ടുള്ള രീതിയിലാണ്, ഒരു ബൈക്ക് റൈഡറായിട്ടുള്ള രീതിയിലൊക്കെയാണ് ദുൽഖർ സൗബിൻ്റെ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാം. കാര്യം സൗബിന് അത്തരത്തിലുള്ളൊരു എനിക്കൊന്ന് ദുൽഖറിൻ്റെ ബർത്ത്-ഡേക്കോ മറ്റോ ഒരു വിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒരു പോസ്റ്റർ പോലത്തെ ഒരു ചെറിയൊരു ഇമേജ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നഹാസ് ഹിദായത്തിൻ്റെ ദുൽഖർ സിനിമയെക്കുറിച്ചുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ദുൽഖർ സൽമാൻ്റെ 40ാമത്തെ സിനിമയാണ് നഹാസ് ഹിദായത്ത് ഡയറക്റ്റ് ചെയ്യുന്നത്. DQ40 എന്ന് താൽക്കാലികമായിട്ട് അറിയപ്പെടുന്ന സിനിമയുടെ ഒരു ടൈറ്റിൽ നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് ദുൽഖർ സൽമാൻ്റെ പേജിൽ കൂടെ പുറത്തുവിടും എന്നുള്ള രീതിയിൽ ദുൽഖർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരുപാട് നാളിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മലയാളത്തിലേക്കുള്ള ഒരു മടങ്ങിവരവ്. അതായത് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം, അതായത് തിയേറ്ററിൽ ആദ്യ ദിവസം തന്നെ ഏറ്റവും മോശമായ അഭിപ്രായത്തിലൂടെ കടന്നു പോയിട്ട് പോലും ഒരു വേൾഡ് വൈഡായിട്ട് 40 കോടിയോളം കളക്ട് ചെയ്യാൻ സാധിച്ച കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ദുൽഖറിൻ്റെ, അതായത് സീതാരാമവും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇപ്പം ലക്കി ഭാസ്കറിൻ്റെ, അതായത് വേൾഡ് വൈഡായിട്ട് തന്നെ ഏതാണ്ട് 120 കോടിയോളം കളക്ട് ചെയ്ത ലക്കി ഭാസ്കറിന് ശേഷം കാന്ത എന്ന ചിത്രത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എനിക്കൊന്ന് കാന്തയുടെ ഷൂട്ടർ പക്ഷേ പൂർത്തിയായിട്ടുണ്ടാവും, ദുൽഖറിൻ്റെ മലയാളത്തിലേക്കുള്ള മടങ്ങിവരവ്. ഇതിനിടയ്ക്ക് അതിൻ്റെ ഒരു തെലുങ്ക് സിനിമയുടെ പേര് അനൗൺസ് ചെയ്തെങ്കിലും സ്വാഭാവികമായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചു. കാര്യം കാന്ത കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തെലുങ്ക് സിനിമയായിരിക്കും തുടങ്ങി വെക്കുന്നതെന്നല്ല. എനിക്ക് തോന്നുന്നു ഈ മാർച്ചിൽ തന്നെ ദുൽഖർ സിനിമയുടെ പൂജ ഉണ്ടാവും എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ദുൽഖറിൻ്റെ ഒരു ഓണ സിനിമ, അതായത് കിങ് ഓഫ് കൊത്ത 2023 മറ്റോ ഓണ സിനിമയായിട്ട് ഇറങ്ങിയ ശേഷം 2024 ദുൽഖറിന് ഓണ സിനിമയൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല മലയാളത്തിൽ അദ്ദേഹത്തിന് മറ്റ് സിനിമകളൊന്നുമില്ലായിരുന്നു. അദ്ദേഹം തമിഴും തെലുങ്കും കൂടുതൽ ശ്രദ്ധിച്ചതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഓണത്തിന് ദുൽഖർ സൽമാൻ ഒരു സിനിമ പ്രതീക്ഷിക്കാം എന്ന് മാത്രമല്ല, അത് നഹാസ് ഹിദായത്തിൻ്റെ സിനിമയാണെന്നുള്ളത് കൂടുതൽ സന്തോഷം പകരുന്ന കാര്യം. കാര്യം RDXന് ശേഷം നഹാസ് ഹിദായത്ത് ഒരുക്കുന്ന സിനിമയാണ് ദുൽഖറിനെ നായകനാക്കിയിട്ടുള്ളത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. മാത്രമല്ല അതൊരു എനിക്ക് തോന്നുന്നു പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഒരു ഫാൻറ്റസി തരത്തിൽ ചിത്രീകരിക്കുന്ന ഒരു സിനിമയാണ്. അല്ലാതെ മറ്റ് നമ്മളിപ്പം ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള സിനിമകളൊന്നും അല്ല. ഒരു വേറിട്ട് നിൽക്കുന്ന രീതിയിൽ ഉള്ള സിനിമ തന്നെയാണ് ദുൽഖർ മലയാളത്തിൽ ഒരു തിരിച്ചുവരവിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് നഹാസ് ഹിദായത്തിനെ പോലെ ഒരു ഡയറക്ടറെ പടത്തിൽ കൂടെ. കാര്യം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് ദുൽഖറിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർ കാത്തിരിക്കുന്നുണ്ടാവും എന്തായിരിക്കും ഈ DQ40 അല്ലെങ്കിൽ D40 എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് അവരിടാൻ പോകുന്ന ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു പേരെന്തായിരിക്കും എന്നുള്ള രീതിയിൽ. ഏതായാലും ദുൽഖറിന്റെ മടങ്ങിവരവ് വളരെ ശക്തമായിട്ടുള്ള രീതിയിലാവട്ടെ, അതിശക്തമായിട്ടുള്ള രീതിയിലാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.